തൃശൂരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ ഡിസിസി മുൻ സെക്രട്ടറി ടി.എം. ചന്ദ്രന് പങ്കുണ്ടെന്ന് മറ്റത്തൂരിലെ കോൺഗ്രസ് വിമതൻ ഔസേപ്പ്. 2019-ൽ ടി.എൻ. പ്രതാപനെ പരാജയപ്പെടുത്താനും ചന്ദ്രൻ ശ്രമിച്ചെന്ന് ഔസേപ്പ് ആരോപിച്ചു. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ രാജിവെക്കണമെന്ന ഡിസിസി അധ്യക്ഷന്റെ അന്ത്യശാസന ടി.എം. ചന്ദ്രൻ തള്ളി. ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ ടി.എൻ. ചന്ദ്രൻ ശ്രമിച്ചെന്നാണ് ഔസേപ്പിന്റെ ഗുരുതര വെളിപ്പെടുത്തൽ. പ്രാവശ്യം തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ സുരേഷ് ഗോപി ജയിച്ച ഈ തെരഞ്ഞെടുപ്പിലും അത് അവിടെ സംഭവിച്ചിട്ടുണ്ട്. കാരണം പല ബൂത്തുകളിൽ ഇപ്പൊ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 10 ബൂത്തിലോ അങ്ങാണ്ടാണ് 3ാം സ്ഥാനത്ത് പോയിരിക്കുന്നത്. ഇതിന്റെയൊക്കെ ഒരു ഭാഗമാണ് എന്ന് വിശ്വസിക്കുന്നു. ടി.എൻ. ചന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ തന്റെ വീട്ടിലെത്തി നടത്തിയ ചർച്ചയിൽ ബി.ജെ.പി. പിന്തുണ ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് തന്നോട് പറഞ്ഞെന്നും താൻ കൂട്ടുനിന്നില്ലെന്നും തൃശൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഔസേപ്പ് വ്യക്തമാക്കി. CCTV ദൃശ്യങ്ങൾ സഹിതമാണ് ഔസേപ്പിന്റെ വെളിപ്പെടുത്തൽ. ഞാൻ ചന്ദ്രനോട് ചോദിക്കുകയാണ്, നമ്മൾ ഭരിക്കുമെന്ന് ആൾ ഉറപ്പ് പറഞ്ഞപ്പോഴാണ് ഞാൻ ചോദിച്ചത് അത് എങ്ങനെയാണ് അത്. അപ്പോഴാണ് ആള് പറയുന്നത് ബി.ജെ.പിക്കാർ നമുക്ക് വോട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഔസേപ്പിന്റെ ആരോപണങ്ങൾ ചന്ദ്രൻ തള്ളി. മുഴുവൻ ദൃശ്യങ്ങളും പുറത്തുവിടാൻ ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് ഒരക്ഷരം പോലും സംസാരിച്ചിട്ടില്ല. മറ്റത്തൂരിലെ പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് പദവികൾ രാജിവെച്ചില്ലെങ്കിൽ അയോഗ്യരാക്കുമെന്ന ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിന്റെ മുന്നറിയിപ്പും ചന്ദ്രൻ തള്ളി. ബി.ജെ.പിയുമായി ഏതെങ്കിലും തരത്തിലുള്ള കൂട്ടുകെട്ട് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. ഉണ്ടാക്കാത്തിടത്തോളം കാലം ഞങ്ങൾക്കതിന്റെ പാപഭാരം ഏറ്റെടുക്കേണ്ടതുമില്ല. മീഡിയ 1 തൃശൂർ.